നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ പ്രശാന്ത്. നമസ്തേ. ശശി തരൂർ കോൺഗ്രസിൻ്റെ എം പി, തിരുവനന്തപുരത്തിൻ്റെ എം പി ആയിട്ട് 3 ടൈം അല്ലേ, ഇനിയൊരു ടൈം കൂടി നിന്നാലും തരൂർ ജയിക്കുമെന്ന് തിരുവനന്തപുരത്തുകാർക്ക് ഉറപ്പാണ്. എന്തുകൊണ്ടാണ്? തിരുവനന്തപുരത്തെ വോട്ടർമാരെ അല്ലെങ്കിൽ തിരുവനന്തപുരം തലസ്ഥാനത്തെ നിവാസികളെ ശശി തരൂർ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല അല്ലേ. വികസനത്തിൻ്റെ പേരിൽ വളരെ നിശബ്ദമായി ചില വികസനങ്ങളൊക്കെ തരൂർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജയിച്ചതും, കഴിഞ്ഞ തവണ ജയിച്ചതും അത് തന്നെയാണ്. എൻ്റെ ഒരു വാദം അതാണ്. അതുപോലെ തന്നെയാണ് 6 മാസം പ്രായമുള്ള തിരുവനന്തപുരത്തെ BJP നഗരസഭാ കൗൺസിൽ അഴിമതിയെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നതിനപ്പുറം ജനത്തിന് വേണ്ട ആവശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നഗരസഭാ കൗൺസിലിനെയാണ് വലിച്ച് താഴെ ഇറക്കാനായിട്ട് ഒരു സുഗതൻ്റെ ഒരു കാപ്പ കേസ് എന്നൊക്കെ പറഞ്ഞ് അതിലൊരു സ്പാർക്കുണ്ടാക്കി അവിടെ നിന്നും എങ്ങനെയെങ്കിലും BJPയെ പോച്ച് പുറത്തേടിക്കുക. അതിന് കൂട്ടുനിൽക്കുന്നത് UDFന് കൂട്ടുനിൽക്കുന്നത് LDF. അവിശ്വാസ പ്രമേയം വരുന്നു. പക്ഷേ മേയർ പറയുന്നത്, വി രാജ് പറയുന്നത് വ്യക്തമായ അജണ്ടയോടെയാണ് കൗൺസിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കൊരു ഭയവുമില്ല, 5 കൊല്ലം ഞങ്ങൾ ഭരിക്കും, കുറഞ്ഞത് 5 കൊല്ലം എന്ന് പറയുന്നു. ശരിക്കും ഈ എന്തിനാണ് മേയറെ ആക്രമിച്ചാൽ, ചവിട്ടി തള്ളിയിട്ടാൽ, ഡെപ്യൂട്ടി മേയറെ നെഞ്ചത്ത് കയറി ചവിട്ടിയാൽ, മറ്റ് കൗൺസിലർമാരെയൊക്കെ തലക്കടിച്ച് പൊട്ടിച്ചാൽ LDFന് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. അപ്പോൾ UDF കിട്ടുന്നത് അഴിയാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നെയ്യപ്പം തിന്നാൽ 2 ഗുണം എന്നൊരു ചൊല്ലുണ്ട്. ഒന്ന് വിശപ്പം മാറും, തലയിൽ തുടയ്ക്കുക, എണ്ണ കിട്ടും അല്ലേ. അല്ലേ, ഈ കാക്കയൊക്കെ വന്നിരുന്നു പശുവിൻ്റെയും മറ്റുമൊക്കെ ദേഹത്ത് ഇങ്ങനെ ചുണ്ടുകൊണ്ട് കൊത്തും. അപ്പോൾ അതായത് ഈ പശുവിൻ്റെ ദേഹത്ത് ചില പ്രത്യേക ചെള്ളുകളൊക്കെ ജീവിക്കും, ചില പ്രത്യേക ജീവികൾ ചെറിയ. അപ്പോൾ ഈ കാക്ക കുരുവിയൊക്കെ വന്നിരുന്ന് ഇതിനെ കൊത്തി തിന്നും. അതതിൻ്റെ ഭക്ഷണമാണ്. പശുവിന് കടിയും മാറും. അതൊരു സുഖം. അപ്പോൾ കാക്കയ്ക്ക് വിശപ്പും മാറി, പശുവിന് കടിയും മാറി എന്ന് പറഞ്ഞതുപോലെയാണ്. അല്ല, UDFന് ഇതിനകത്ത് കാര്യമൊന്നുമില്ല. LDF ഇവിടെ ഒരു നാടകം സ്ക്രിപ്റ്റ് ചെയ്തത്. അതായത് അവർക്ക് 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത്. ഒന്ന്, എല്ലാവർക്കും അറിയാം, വീണ വിജയനെ അറസ്റ്റ് ചെയ്താൽ അത് വലിയ വാർത്തയായി മാറരുത്. വീണയെ 2ാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക, മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. മറ്റൊരു വിഷയം കൊണ്ടുവന്നു. നോക്കൂ, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ചാനലുകൾ മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സ്വാധീനമുണ്ട് അല്ലേ. കിട്ടുന്നവരെല്ലാം, യൂട്യൂബർമാരെല്ലാം ഒരു മൊബൈലുമായിട്ട് ചാടി വീഴുക. അപ്പോൾ ഈ വീണയുടെ നമുക്കറിയാം, അവിടെ ഈ വീണയെ ചോദ്യം ചെയ്യാൻ വീണ ചോദ്യം ചെയ്യലിന് ED ഓഫീസിൽ ഹാജരായപ്പോൾ സാധാരണ നമ്മുടെ മുൻനിര ചാനലുകൾക്ക് പുറമെ യൂട്യൂബർമാരുടെ ഒരു പ്രളയമായിരുന്നു അല്ലേ. സോഷ്യൽ മീഡിയയ്ക്ക് വലിയ അതുവഴി നടന്നു പോകുന്നവൻ വരെ മൊബൈലും ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, തീർച്ചയായിട്ടും വീണ വരുന്നതും പോകുന്നതും എടുക്കാൻ. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ തരംഗമായി മാറുന്നു എന്നുള്ളത് മറ്റാരെക്കാളും CPMന് നന്നായിട്ട് തിരിച്ചറിയും. അപ്പോൾ CPMന് അത് മറയ്ക്കണം, വീണയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, വീണ പെടുന്തോറും, ഓരോ നിമിഷം കഴിയും തോറും, വീണയ്ക്കുള്ള കുരുക്ക് മുറുകും തോറും പെടുന്നത് പിണറായി വിജയനും പാർട്ടിയുമാണ്. നമുക്ക് പിണറായി വിജയനെ കൈയൊഴിഞ്ഞാലും പാർട്ടി രക്ഷപ്പെടില്ല. പാർട്ടിക്കും ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പിന്നെ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുത്തത് എന്തിനാണ് അല്ലേ? കൊടുങ്ങും, അത് തീർച്ചയാണ്. അപ്പോൾ സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു വലിയ ഊരാക്കുടുക്കിലാണ്. ഈ ED കേസ് അത്ര നിസ്സാരമല്ല. ഇത് നിസ്സാരമാണെന്നൊക്കെ പുറത്ത് പറയുമ്പോഴും ഇനിയിപ്പോൾ നാളെ ഈ കേസ് എങ്ങുമെങ്ങും എത്താതെ പോയെന്നിരിക്കട്ടെ, പക്ഷേ CPMനുണ്ടായ നാണക്കേടും നാറ്റവും ഇനി അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് പൂശിയാലും മാറില്ല. അത്രയേറെ പാർട്ടി നാണം കെട്ടു, നാറി ഈ വിഷയം. സ്ഥിരം പരിപാടിയാണ്. മറ്റൊരു വിഷയം കൊണ്ടുവന്ന് ഈ വിഷയത്തെ മറയ്ക്കുക, ഇതിന്റെ പ്രാധാന്യം. അതൊന്ന്. 2ാമത് മറ്റൊരു രഹസ്യം കൂടി ഇതിന്റെ പുറകിലുണ്ട്. ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട്
ഈ നമുക്കറിയാം ഈ നഗരസഭയിലെ CPM-ൻ്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കരുതുന്നത് പോലെ BJP ആണ്, VV രാജേഷാണ്, ആശാനാഥാണ്, മേയറും ഡെപ്യൂട്ടി മേയറും. പക്ഷേ മറ്റൊരു പ്രധാന ശത്രു കൂടി അവർക്കുണ്ട്. അത് മാധ്യമങ്ങളാരും അത് കാണുന്നില്ല. മാധ്യമങ്ങൾക്ക് ആ ആളിനെ പ്രൊജക്റ്റ് ചെയ്യാനും താല്പര്യമില്ല. അത് മറ്റാരുമല്ല, BJP-യെ പിന്തുണയ്ക്കുന്ന ഒരേ ഒരു സ്വതന്ത്ര കൗൺസിലർ രാധാകൃഷ്ണനാണ്. ഈ രാധാകൃഷ്ണൻ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയായിരുന്ന സമയത്ത് രാധാകൃഷ്ണനെതിരെ ഒരുപാട് പരാതികൾ കൊടുക്കുകയും അതൊക്കെ കേസാകുകയും അത് കോടതിയിലൊക്കെ ഇരിക്കുകയാണ് പല കേസുകൾ. പഴയ മേയർ വരെ കൊടുത്തിട്ടുണ്ട്. പഴയ മേയർ വരെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രാധാകൃഷ്ണൻ CPM-ൻ്റെ കണ്ണിലെ ഒരു കരടാണ്. CPM-നോട് കലഹിച്ചു പുറത്തുപോയി, പഴയ VS ഗ്രൂപ്പുകാരനാണ്, കലഹിച്ചു പുറത്തുപോയി CPM-നെ വെല്ലുവിളിച്ച് CPM-ൻ്റെ ഏറ്റവും ശക്തമായൊരു കോട്ട, അവിടെ എപ്പോഴും CPM-ആണ് ജയിക്കുന്നത്. ആ കണ്ണമ്മൂല വാർഡിൽ CPM-നെ മലർത്തിയടിച്ച് രാധാകൃഷ്ണൻ ജയിച്ചു വന്നിരിക്കുന്നു. ആ രാധാകൃഷ്ണന് CPM-ന്റെ ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. അത് 3 സ്ഥാനാർത്ഥികളും തോൽപ്പിച്ചു. BJP-യുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. അല്ല, BJP അല്ലെങ്കിലും അവിടെ ഒരു ശക്തിയല്ല. BJPയും കോൺഗ്രസും അവിടെ കണക്കാണ്. ഈ രണ്ടുപേരും കൂടെ നിന്നാലും CPM-ന് കിട്ടുന്ന ഭൂരിപക്ഷത്തിന്റെ അടുത്ത് പോലും ചിലപ്പോൾ ഘടകകക്ഷി സീറ്റ് ജനറലിന്റെ സീറ്റാണ്. പക്ഷേ CPM-ന്റെ വാർഡാണത്. അവിടെ കണ്ണമൂലയിൽ കഴിഞ്ഞാണ്, അതിന് മുമ്പിലത്തെ തവണയൊക്കെ ജയിച്ചതാരാണ്? CPM നിർത്തുന്ന സ്ഥാനാർത്ഥിയെ അവിടെ ജയിക്കുള്ളൂ, വേറൊരാൾ ജയിക്കില്ല. CPM-ന്റെ ഉറച്ച കോട്ടയാണത്. അവിടെയാണ് രാധാകൃഷ്ണൻ ഈ മലർത്തി അടിച്ചത്. ഇവർ തകർന്നു പോയി CPM. സത്യത്തിൽ ഇന്നിപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ CPM-ന് ഇത്രയും ഹാലിളകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മൾ തിരുവനന്തപുരം ജില്ല എടുത്ത് നോക്കിയാൽ എല്ലാ നിയോജക മണ്ഡലത്തിലും BJP-ക്ക് ഇപ്പോൾ 20% കൂടുതൽ വോട്ടുണ്ട്. അപ്പോൾ BJP 20% മുകളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം CPM-ന് തിരുവനന്തപുരം ബാലികേറാമലയാകുന്നു. നോക്കൂ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഒക്കെ CPM-ന്റെ ഉറച്ച കോട്ടകളാണ്. ഈ കഴിഞ്ഞ കഴിഞ്ഞ 10 വർഷത്തെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, നമുക്ക് തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2021 UDF-ന് എത്ര സീറ്റ് കിട്ടി? 1 സീറ്റാണ് കിട്ടിയത്, അല്ലേ? 14 പിന്നെ 7 14 നിയോജക മണ്ഡലങ്ങൾ ഉള്ളതിൽ കോവളം മാത്രമാണ് കിട്ടിയത്. കോവളം UDF നിലനിർത്തി. പക്ഷേ ഇപ്പോൾ എത്ര സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു LDF-ന്, അല്ലേ? നേമം പോയി, അത് BJP കൊണ്ടുപോയി. കഴക്കൂട്ടം BJP കൊണ്ടുപോയി. അരുവിക്കര നിലനിർത്തി. പിന്നെ കാട്ടാക്കട പോയി, നെയ്യാറ്റിങ്കര പോയി. ഇങ്ങോട്ട് വരുമ്പോൾ എത്ര സീറ്റുകൾ അല്ലാതെ നഷ്ടപ്പെട്ടു. ഈ സെൻട്രലിൽ പോയി. പിന്നെ വാമനപുരം പോയി. വാമനപുരമൊക്കെ CPM-ന്റെ ഉറച്ച കോട്ടാന്ന് വിശ്വസിച്ചിരുന്നതാണ്, അല്ലേ? അതുപോലെ നെടുമങ്ങാട് അവർ നിലനിർത്തി, LDF നിലനിർത്തി. ആറ്റിങ്ങൽ LDF-നാണല്ലോ, അംബികയല്ലേ ജയിച്ച. ആറ്റിങ്ങൽ, വർക്കല, ചിറയൻകീഴ് പോയി. പിന്നെ ഇവർക്കാണ് കിട്ടിയ, UDF-നാണ് കിട്ടിയത്. അപ്പോൾ എത്ര സീറ്റുകൾ, ഈ സീറ്റുകൾ UDF-ന് പോകുന്നതിൻ്റെ കാരണം എന്താ? LDF-ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് BJP-യിലേക്ക് പോകുന്നു. BJP ഇവിടെയൊക്കെ ജയിക്കാൻ പര്യാപ്തമായ വോട്ട് നേടുന്നില്ല. പക്ഷേ BJP LDF-നെ തോൽപ്പിക്കുന്നു. LDF-ന് വലിയ വെല്ലുവിളിയായിട്ട് BJP-യുടെ വളർച്ച സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ UDF-ന്റെ ഈ വിജയം BJP-യും കൂടെ നൽകിയതാണെന്നുള്ളൊരു തോന്നൽ അവർക്കില്ലല്ലോ. കാരണം ഈ 100 വാർഡുകളിലും 100 വാർഡുകളിൽ 20 UDF-ഉം 29 LDF-ഉം പിന്നെ ബാക്കി 49 BJP-യുമാണ്. 50 NDA-ആണ്. പിന്നെ ഒരു 2 സ്വതന്ത്രം. ശരിക്കും പറഞ്ഞാൽ UDF-ന് 19ഉം ഒരു സ്വതന്ത്രനും. അതാണ് UDF-ന്റെ അവസ്ഥ. അതായത് UDF-ൽ കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, അങ്ങനെ പലരും ഉണ്ട്. LDF-ന് 29-ൽ CPM ഉണ്ട്, CPI-യും ഉണ്ട്. BJP-ക്ക് 50 സീറ്റും BJP തന്നെ. ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയാണുള്ളത്.
അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ CPM-ൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ന് അറിയാം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ തോക്കും, വർക്കല തോക്കും, ഉറപ്പാണ്. CPM-ന് ഇത് CPM എന്ന് പറയുന്നതാണ് കേരളത്തിലെ, അതായത് ഈ അണികളിൽ നല്ല രാഷ്ട്രീയ ബോധമുള്ളത് CPM-നാണ്. തലസ്ഥാന നഗരത്ത് ഒരു പരിപാടി പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത ഗതികേടിലാണ്. ആലോചിച്ചു. ഇപ്പോൾ ബ്ലേഡുമായിട്ടാണ് SFI-കാർ സമരത്തിന് വരുന്നത്, പോലീസിനെ ആക്രമിക്കാൻ ബ്ലേഡ് കൊണ്ടുവന്നു. ഇപ്പൊ ഇന്ന് ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട് ഇന്നലെ രാത്രി. പുതിയ സമര പരിപാടിയാണ്. അതുപോലെ എന്താ നെടുമങ്ങാടുന്നു, അവിടുന്ന് ഒരു അല്ലമീൻ എന്ന് പറഞ്ഞ ഒരു SFI പ്രവർത്തകനെ പൊക്കിയിട്ടുണ്ട്. മേയർ VV രാജേഷ് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. നഗരസഭയ്ക്കകത്ത് പൊതുപ്രവർത്തകർ, കൗൺസിൽ മെമ്പർമാരില്ലാത്ത പൊതുപ്രവർത്തകർ കയറി സമരം ചെയ്യരുത്. കാരണം കഴിഞ്ഞ ദിവസം കടകംപള്ളിയും വിരലിലെണ്ണാവുന്ന കൗൺസിലർ LDF കൗൺസിലർമാരും ബാക്കിയെല്ലാം വെളിയിൽ നിന്നുള്ള ഗുണ്ട ഊച്ചാല ടീമുകൾ ആടിയുണ്ടാക്കി. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ഈ നമ്മൾ പറഞ്ഞു വന്നതിൽ നിന്ന് ഒരുപാട് വഴിമാറിപ്പോയി. അപ്പോൾ രണ്ടാമത്തെ പ്രയോജനം LDF-ന് എന്താണ്, CPM എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഇപ്പോൾ ഭരണം രാജേഷിൻ്റെ കിട്ടി. CPM-നകത്താണെങ്കിൽ ഭയങ്കര തൊഴുത്തിൽ കുത്താണ്. അതായത് താഴെ തട്ടിൽ അണികൾ ഇങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞു നിന്ന് ഏറ്റുമുട്ടുകയാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഇതിനകത്ത്, അതായത് കഴിഞ്ഞ 40 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഭരണം, 45 വർഷത്തെ ഭരണം, ആ ഭരണം കൊണ്ട് CPM നേടിയിരിക്കുന്നത് വലിയ നേട്ടങ്ങളാണ്. ഒന്ന്, ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന കരാറുകൾ അതിങ്ങനെ തുടരുകയാണ്. അതിനകത്തെല്ലാം കൊടിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. തൊലച്ചു കളഞ്ഞു. ഇനി അടുത്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കെട്ടി വാടകയ്ക്ക് കൊടുക്കുന്നത്, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കെട്ടുന്നതിൽ അഴിമതി, നിർമ്മാണത്തിൽ അഴിമതി. അത് കെട്ടിയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? വാടകയ്ക്ക് എടുക്കുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി നേതാവായിരിക്കും എടുത്തിട്ട്, അല്ലെങ്കിൽ CIT നേതാവായിരിക്കും എടുത്തിട്ട് അയാളത് മറിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓഹരിയും പാർട്ടിക്ക് കിട്ടും, നേതാക്കൾക്ക് കിട്ടും. ഇങ്ങനെ സർവത്ര അഴിമതി. ഇനി നിയമനത്തിലോ വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നതല്ലേ, ആര്യ രാജേന്ദ്രൻ ഇരുന്നപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പൻ കൊടുത്ത കത്ത് പുറത്തു വന്നതല്ലേ, പാർട്ടി അനുഭാവിയാണ്, ഉചിതമായ തീരുമാനം എടുക്കണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ രാജേഷിൻ്റെ അടുത്ത് പൊക്കിക്കൊണ്ട് വരുന്നത് CPM-കാർ തന്നെയാണ്. അതായത് CPM-നകത്തുള്ള പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരുകളും പരസ്പരം പാര വെക്കാനുള്ള ഒരു ഏർപ്പാടായി മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെതിരെ, ഈ ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പിനെതിരെ, ഇങ്ങനെ 4-5 ഗ്രൂപ്പുകളായിട്ട് ഇത് വിഘടിച്ച് നിൽക്കുകയാണ് അവിടെ. അതായത് ഓരോ ലോക്കൽ നേതാവിനും ഓരോ ഗ്രൂപ്പായി. ഇപ്പോൾ പിണറായി 98-ൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം ഉണ്ടായ ഗുണം അതാണ്. കാരണം പിണറായി തന്നെ ഗ്രൂപ്പിസം കാണിച്ചു കൊടുത്തു, മാതൃകയായി. VS ഗ്രൂപ്പ്, പിണറായി ഗ്രൂപ്പ്, ഔദ്യോഗിക ഗ്രൂപ്പ്, അച്യുതാനന്ദൻ പക്ഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 2 ഗ്രൂപ്പുകളായിട്ട് നിന്ന് അടി നടത്തിയപ്പോൾ അണികളും അതുപോലെയായി. യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയോ അങ്ങനെയായിരിക്കും പ്രജകൾ. അപ്പോൾ പാർട്ടി സെക്രട്ടറി എങ്ങനെ പോയോ അതുപോലെയായി താഴോട്ട് ജില്ലാ സെക്രട്ടറിമാർക്ക് താഴെ ഏരിയ സെക്രട്ടറിമാർ, അതിന് താഴെ ലോക്കൽ സെക്രട്ടറിമാർ, അതിന് താഴെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, ഇവരിലെല്ലാം സർവത്ര ഗ്രൂപ്പായി. ഈ ഗ്രൂപ്പ് പരസ്പരം പാര വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത്രയും കാലം അധികാരം ഉണ്ടായിരുന്നപ്പം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് 2 പേരെയും സമാധാനിപ്പിച്ച് നിർത്തും പാർട്ടി. കടകംപള്ളിക്ക് അത് കൊടുത്തില്ലേ, എന്നാൽ എന്തുകൊണ്ട് എനിക്ക് തന്നില്ല, എന്നാൽ ശരി നിനക്കും ഇരിക്കട്ടെ, ശിവൻകുട്ടിക്കും കൊടുത്തു. ശിവൻകുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ജില്ലാ സെക്രട്ടറി, അതായത് വർക്കല മത്സരിക്കാനായിട്ട് വിജോയ് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് നമ്മുടെ AR റഹീമിന് പോയി. തിരികെ വരുമ്പം ശിവൻകുട്ടിയും തോറ്റല്ലോ. നേമത്ത് ഐതിഹാസികമായ തോൽവിയായിരുന്നു. അപ്പോൾ അത് ശിവൻകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി ആകാമെന്നുള്ളത്. അത് പരമാവധി, കാരണം ബിജോയെ കാട്ടി സീനിയറാണ്, പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷെ കൊടുത്തില്ല. അവിടെ ശക്തൻ പാർട്ടിയുടെ ഫണ്ട് റൈസറായ, ജില്ലാ കമ്മിറ്റി ഫണ്ട് റൈസറായ വിജോയ് തന്നെയായിരുന്നു. ജോയ് തിരിച്ച് ആ പദവി വന്നിരുന്നു. അതിൻ്റെ തർക്കങ്ങൾ മറ്റൊരു സൈഡിൽ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം വലിയ പൊട്ടിത്തെറികളിലേക്ക്. ആര്യ രാജേന്ദ്രനെ പക്വതയില്ലാത്ത ഇതേ ശിവൻകുട്ടി മടിയിലിരുത്തി ഭരിച്ചതാണ്. അതിലേക്കാണ് ഞാനും വരുന്നത്. ആ ആര്യ രാജേന്ദ്രൻ മേയറായിട്ടിരിക്കുമ്പോൾ നടത്തിയ നിയമനങ്ങൾ മുഴുവനും വലിയ അഴിമതിയും സ്വജനപക്ഷപാതവും. ഇതിൻ്റെ രേഖകൾ, ഇതിൻ്റെ ജീവിക്കുന്ന തെളിവുകൾ, ജീവനുള്ള തെളിവുകൾ നഗരസഭയിലുണ്ട്.
ഇത് രാജേഷിൻ്റെ കയ്യിലെത്തി. കൊണ്ടുകൊടുത്തത് CPM-കാർ തന്നെ, തീർച്ചയായും. വേറെ ആരുമല്ല. CPM-കാർ തന്നെ ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിന് പാര വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ രഹസ്യങ്ങൾ മുഴുവനും രാജേഷിൻ്റെ കൊണ്ടു കൊടുത്തു, അല്ലെങ്കിൽ BJP-യുടെ കയ്യിലെത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ചെയ്യാതെ CPM-ന് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടിക്കും ആനാവൂരിനും ഒക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് അവർ വാസ്തവം പറഞ്ഞാൽ ഈ ഒരു തന്ത്രവുമായിട്ട് ഇറങ്ങി. പക്ഷേ ഇവിടെ രാജേഷിനൊരു പിഴവ് പറ്റി എന്ന് ഞാൻ പറയും. രാജേഷ് സത്യത്തിൽ ഈ വിഷയത്തെ മേയറെ കയറാൻ സമ്മതിക്കുന്നില്ല. രാജേഷിന് മാന്യമായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു കത്തും കൊടുത്തിട്ട് വീട്ടിൽ പോകാം. ഈ സമരം പൊളിഞ്ഞു പോയനെ. സമരം പൊളിഞ്ഞു പോയനെന്ന് മാത്രമല്ല, ഇവിടെ എന്താണ് ഇവർക്ക് ആവശ്യം? മാധ്യമ ശ്രദ്ധ പിടിച്ചെടുക്കണം, മാധ്യമ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരണം. ED-യുടെ ഓഫീസിന് ചുറ്റും കിടന്ന് ക്യാമറയായിട്ട് മാധ്യമങ്ങൾ കറങ്ങരുത്, മൈക്കുമായിട്ട് കറങ്ങരുത്. അതവർ വിജയിച്ചു. രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ അവരുണ്ടാക്കിയ സംഘർഷം, CPM ഉണ്ടാക്കിയ സംഘർഷം, പുറത്തുനിന്ന് ആളെ എത്തിച്ച് CIT-കാരെ കൂടെ എത്തിച്ച് CPM ഉണ്ടാക്കിയ സംഘർഷം. ആ സംഘർഷത്തിൽ വാർത്ത മുഴുവനും ഇങ്ങോട്ടേക്ക്, മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഇങ്ങോട്ടേക്കായി. പക്ഷേ അന്ന് ഇതുപോലെ എന്നെ ഓഫീസിൽ കയറാൻ അനുവദിക്കുന്നില്ല, ഉചിതമായ നടപടി സ്വീകരിക്കണം, ഇവരെല്ലാം നീക്കം ചെയ്തു തരണം എന്ന് പറഞ്ഞ് രാജേഷ് ഒരു കത്ത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് പിൻവാങ്ങിയിരുന്നെങ്കിൽ മാധ്യമങ്ങളെ മുന്നിൽ ഒരു ബൈറ്റും കൊടുത്തിട്ട് രാജേഷിന് മാറാം. രാജേഷ് പറയണത് ഇത്രയും പേര് എന്നെ കാണാൻ വന്നിരിക്കുന്നു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ അകത്തേക്ക് കയറാൻ അനുവദിക്കുന്നില്ല, എനിക്ക് അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ കഴിയില്ല, ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് രാജേഷ് അവിടെ പോയി ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് BJP-യും രാജേഷും പറയുന്നതിന് ചെവി കൊടുക്കാൻ, മൈക്ക് വെക്കാൻ മാധ്യമങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു വലിയ വാർത്തയാവില്ല. പക്ഷേ ഇവിടെ വലിയത് പ്രതീക്ഷിച്ചു. കാരണം ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന CIT-കാരും CPM-കാരും കൃത്യമായി തങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ഡീലുണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മാധ്യമ ചാനലുകാർ അവിടെ വന്നത് തന്നെ, ഈ ചാനൽ പ്രതികൾ വന്നത് തന്നെ രാജേഷിനെ അതിനകത്ത് കയറ്റരുത്, ഡെപ്യൂട്ടി മേയറെ കയറ്റരുത്. അവരുടെ മനോഭാവം അതാണ്. അല്ലാതെ നടന്ന സംഭവം അവർക്ക് ഇത് കൃത്യമായി, അതാണ് ഞാൻ പറഞ്ഞത്, സ്ക്രിപ്റ്റഡ് ആണ് ഈ സാധനം. കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ്. ചാനൽ ക്യാമറകൾ വരെ, ഓരോ ചാനലിലെ ക്യാമറകൾ വരെ കറക്റ്റ് പൊസിഷനിലായിരുന്നു. അതായത് അവരോട് ഫിക്സ് ചെയ്ത് നിൽക്കുക. കാരണം ഇവിടെ നിന്നാൽ കിട്ടും, പ്ലാൻഡ് ആണ്, തിരക്കഥയാണ്. അതായത് TV രാജേഷ് ചേംബറിലേക്കുള്ള വാതിൽ തുറക്കും, സമ്മതിക്കില്ല. അപ്പോൾ ഈ ക്യാമറ, കൈരളി TV-യുടെ അടക്കം ക്യാമറ ഈ വാതിലിനെ ഫോക്കസ് ചെയ്തായിരുന്നു. കാരണം അവര് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചേക്കായിരുന്നു. BJP-ക്ക് വീഴ്ച പറ്റി. അത് BJP-യുടെ രാഷ്ട്രീയ പക്വതയുടെ കുറവാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധത്തിൻ്റെ കുറവാണെന്ന് ഞാൻ പറയും. BJP അവിടെ കുറേ കൂടി സമർത്ഥമായിട്ട് രാജേഷ് ഇപ്പോൾ രാജേഷിനെ ഈ പറഞ്ഞ പോലെ ഇവരെ ആക്രമിച്ചു, രാജേഷിൻ്റെ പരിക്ക് പറ്റി, രാജേഷിന് ഇരവാദമൊക്കെ പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് CPM-നെ നാണം കെടുത്താൻ പറ്റുന്ന, പാഠം പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്ന് അതിനകത്തുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് രാജേഷ് ചെയ്യേണ്ടതായിരുന്നു. അത് രാജേഷ് ചെയ്തില്ല. രാജേഷ് വളരെ സമർത്ഥമായിട്ട് അവിടുന്ന് നേരെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് പോയി അവിടെ ഒരു പരാതിയും കൊടുത്തേച്ച് രാജേഷ് അങ്ങ് വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇവർ കൂടി വന്നാൽ പറയും മേയർ ഒളിച്ചോടി എന്ന് പറയും. പക്ഷേ ഈ മേയർ ഒളിച്ചോടി എന്ന് പറയുന്ന ഫ്ലാഷ് ന്യൂസിന് എത്ര മിനിറ്റത്തെ ആയുസ്സുണ്ട്. അതേസമയം വീണയുടെ ചോദ്യം ചെയ്യൽ, അതിനെ സംബന്ധിക്കുന്ന വാർത്തകൾ ഒക്കെ അന്ന് നിറഞ്ഞു നിൽക്കുമായിരുന്നു. വളരെ കൃത്യമായിട്ട് CPM ആസൂത്രണം ചെയ്ത തിരക്കഥയ്ക്കനുസരിച്ച് അവർ കാര്യങ്ങൾ കൊണ്ടുപോയി. അതിന് മല്ലു മാപ്രകൾ അവരെ സഹായിച്ചു. ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രാജേഷിന്റെ കാലിൽ അന്ന്, അതായത് BJP-യുടെ മേയറിന് കാലിന് പരിക്ക് പറ്റിയാൽ പ്ലാസ്റ്റർ ഇടാൻ പാടില്ല. പക്ഷേ CPM-ന്റെ ഒരു കടയ്ക്ക് ചെറിയ മുറിവ് പറ്റിയാലും 10 സ്റ്റിച്ച് ഇടും. അതാണ് എന്റെ ചട്ടം. ഈ രാജേഷ് ഇപ്പൊ പറയുന്നുണ്ട്, അത് ഡോക്ടർ കാലിൽ വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പ്ലാസ്റ്റർ ഇട്ടു. പക്ഷെ രാജേഷിനെ പറയുന്നത് എനിക്ക് പൊട്ടലില്ല, എനിക്ക് വേദനയുണ്ട്, പിന്നെ ആശാനാഥിന്റെ സ്ഥിതി ഇപ്പോൾ ആശങ്കയ്ക്ക് വകയില്ല എന്ന് രാജേഷ് തന്നെ വ്യക്തം. അല്ലെങ്കിൽ രാജേഷിനോട് അഭിനയിക്കായിരുന്നല്ലോ മമതാ ബാനർജി കാണിച്ചതുപോലെ. രാജേഷ് ജി പണ്ട് നമ്മൾ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം നടക്കും, എന്നിട്ട് ഈ RSS പ്രവർത്തകനെ വെട്ടിക്കൊന്നിട്ട് CPM ആദ്യം പറയുന്നത് എന്താണ്? ഈ RSS പ്രവർത്തകൻ ലോകത്തെ എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലമായിരുന്നു എന്നങ്ങ് അവരടച്ചാക്ഷേപിക്കുകയാണ്. ഇയാൾക്കില്ലാത്ത കേസുകൾ ഉണ്ടാവില്ല.
ഒരു കേസ് പോലും പ്രതിയായിരിക്കില്ല, FIR ഉണ്ടാവില്ല. പക്ഷേ ഇവർ പറയും അയാൾ നോക്കൂ, TP ചന്ദ്രശേഖരനെ കൊന്നു കഴിഞ്ഞിട്ട് ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് ഇതൊക്കെ നമ്മുടെ, അതായത് ഞാൻ പറയുന്നത് നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്നത് 2000-ന് ശേഷമാണ് അല്ലേ. ഈ 2000-ന് മുമ്പ് നടന്ന ചാനലുകൾ, രാജേഷ് ഉണ്ടായിരുന്നു, ഈ 2000-ന് മുമ്പ് ചാനലുകൾ വരുന്നതിന് മുമ്പ് പത്രങ്ങൾ എഴുതുന്നതാണ്, എഴുതുന്നോ അത് വായിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പത്രങ്ങളിൽ ഇവർ വലിയ സ്വാധീനം ചെലുത്തി, സമ്മർദ്ദം ചെലുത്തി പത്രങ്ങളെ അവർക്ക് അനുകൂലമായ രീതിയിൽ എഴുതിച്ചാൽ അതായത് ഇന്ന പ്രവർത്തന വഴി, ഇന്ന CPM അങ്ങനെ വഴി നടക്കാൻ സമ്മതിച്ചില്ല, ഇന്നയാളെ ദ്രോഹിച്ചു, ഇന്നയാളെ മർദ്ദിച്ചു, അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയാം. സദാനന്ദ മാസ്റ്ററെ കാല് വെട്ടി മുറിക്കുന്നു. ആ സംഭവം അതല്ല അന്നത്തെ വാർത്ത. അന്ന് അവിടെ ഒരു SFI നേതാവ് കൊല്ലപ്പെടുന്നു. ഒരു BJP RSS തിരിച്ചടിയിൽ ഒരു SFI നേതാവ് കൊല്ലപ്പെടുന്നു, ഒരു ചെറുപ്പക്കാരൻ. അതായിരുന്നു വലിയ വാർത്ത. പക്ഷെ അതിന് തൊട്ട് മുമ്പ് നടന്നത് ഈ മനുഷ്യൻ്റെ 2 കാലുകളും മഴു ഉപയോഗിച്ച് വെട്ടി മാറ്റി എന്നുള്ളതാണ്, സദാനന്ദൻ മാസ്റ്ററുടെ. അപ്പോൾ അതിനവർ അവിടുത്തെ പ്രാദേശികമായി പ്രവർത്തകർ തിരിച്ചടിച്ചു. ആ തിരിച്ചടിച്ചപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയത് ഒരു SFI നേതാവാണ്, അയാൾ കൊല്ലപ്പെട്ടു. ഇതാണ് സംഭവം. പക്ഷേ വാർത്ത വന്നത് മുഴുവനും ഒരു SFI നേതാവിനെ RSSകാർ മൃഗീയമായി, RSS ഗുണ്ടകൾ വെട്ടിക്കൊന്നു എന്നാണ്. പക്ഷെ അപ്പുറത്ത് അതിൻ്റെ തലേ ദിവസം ചെയ്ത ഈ കാര്യത്തെക്കുറിച്ച് ഒരു പരാമർശവും. ഇവിടുത്തെ കേസ് ഈ കടകംപള്ളി സുരേന്ദ്രൻ മുൻ MLA ആണ്. അതേ പദവി മാത്രമേ V ശിവൻകുട്ടിക്കുള്ളൂ. പിന്നെ എന്തിനാണ് ഈ, അതായത് നാഥനില്ല കളരിയാണോ LDF നഗരസഭയ്ക്കകത്ത്? എന്തു വന്നാലും V ശിവൻകുട്ടിയാണ് വാർത്താ സമ്മേളനം വിളിക്കുന്നത്, മാധ്യമങ്ങളെ കാണുന്നത്. നഗരസഭയിൽ 29 മറ്റു വല്ല ബുദ്ധിയും പക്വതയുള്ള കൗൺസിലർമാരുണ്ടെന്നാണ് വൈപ്പ് LDF-ന്. എന്നിട്ടും മാധ്യമങ്ങളെ കാണുന്നത് അവർക്ക് വേണ്ടി അവരുടെ വക്താവായിട്ട്, അല്ലെങ്കിൽ അവരുടെ നേതാവായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സർക്കാരോട് ആവശ്യപ്പെടുന്നു ശിവൻകുട്ടി. വളരെ ലളിതമാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് ആരാണ്? പഴയൊരു മേയർ, എത്രയല്ലേ ഉള്ളൂ. കാര്യം ഞാൻ പറഞ്ഞുതരാം. നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ ആരാ? CPIM-ന്റെ SP ദീപക് ആരുടെ ഗ്രൂപ്പിലാണ്? കടകംപള്ളിയുടെ നേർ ശിഷ്യനാണ്. കടകംപള്ളി ചാടാൻ പറഞ്ഞാൽ അയാൾ ചാടും, കടകംപള്ളി ചാകാൻ പറഞ്ഞാൽ അയാൾ ചാകും. അങ്ങനത്തെ ബന്ധം അവർ തമ്മിലുള്ളതാണ്. ആ SP ദീപക്കിനെ ചാനലുകൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ അനുവദിച്ചാൽ അത് ശിവൻകുട്ടിക്ക് താങ്ങാൻ കഴിയുമോ? ക്ഷീണമാണ്. അപ്പോൾ ശിവൻകുട്ടി, ഞാൻ പറഞ്ഞോളാം, അപ്പം പാർട്ടിയിൽ ശിവൻകുട്ടി മേളിലാണ്, എന്നിട്ട് ശിവൻകുട്ടി പറയുന്നത് അനുസരിക്കും. SP ദീപക് വായും പൂട്ടി മിണ്ടാതിരിക്കും, ശിവൻകുട്ടി പറയും. ഞാൻ പറഞ്ഞില്ലേ, CPM-നുള്ളിൽ ആടപടലം അടിയാണ്. അതാണ് ഇവിടെ ആ അടിയുടെ ഭാഗമായിട്ട് രാജേഷിൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന രേഖകൾ, ജീവനുള്ള തെളിവുകൾ, അതൊക്കെ മേയർ ആര്യ രാജേന്ദ്രന് മാത്രമല്ല, പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾ ശിവൻകുട്ടി, കടകംപള്ളി, ആനാവൂർ ജോയി പോലെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ സമുന്നതരായ നേതാക്കൾ ഒക്കെ പെടും. ഇവർക്ക് പിടിക്കാത്ത വേറൊരു കാര്യമുണ്ട്. മേയർ VV രാജേഷ് കഴിഞ്ഞ ഒരു മാസമായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഓരോ കൗൺസിലർ വീട്ടിൽ ചെല്ലുകയാണ്, ഭവന സന്ദർശനം നടത്തി. ഇവർ നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഫ്ളാറ്റുകൾ ഒക്കെ സന്ദർശിച്ച് അപ്പൊ കാണുന്ന നാട്ടുകാരെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മേയർ നേരിട്ട് മനസ്സിലാക്കി അതിന് അടുത്ത ഇപ്പൊ ഇതെല്ലാം അന്വേഷണം വരും. കാരണം ഇതിപ്പോ മേയർ എഴുതി കൊടുക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏറ്റവും മോശപ്പെട്ട തദ്ദേശ സ്ഥാപനം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഉടനെ ഇവർ പറയും ഞങ്ങൾക്ക് മറ്റേ അവാർഡ് കിട്ടി, കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കിട്ടി, ഈ അവാർഡൊക്കെ എങ്ങനെ വാങ്ങുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് സമയത്തിന് തീർത്തു കൊടുത്താൽ ഒരു അവാർഡ് കിട്ടും. ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്ത് പൂർത്തിയാക്കിയതെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ സമയക്കുറവ് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നു തിരുവനന്തപുരം കോർപ്പറേഷനാണ് പെർഫോമൻസിൽ ഏറ്റവും മോശം, പണം ചെലവഴിച്ചിരിക്കുന്നതിൽ വളരെ പുറകിലാണ്, വന്നിരിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി ചെലവഴിച്ചിട്ടില്ല, അതിനകത്ത് വലിയ അഴിമതി നടന്നിട്ടുണ്ട്, കേന്ദ്ര ഫണ്ട് ഒരു പരിധി വരെ ഉപയോഗിച്ചിട്ടില്ല, അതൊക്കെ കെട്ടിക്കിടക്കുകയാണ്. ഇതെല്ലാം ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഈ സഹികെട്ടിട്ടാണ് ശിവൻകുട്ടി ആര്യ രാജേന്ദ്രനെതിരെ ഒന്ന് പൊട്ടിത്തെറിച്ചത്. അതും കൂടി നമ്മൾ കാണണം. ആര്യ രാജേന്ദ്രൻ വ്യക്തിപരമായും അല്ലാതെയും പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നാണക്കേട് വളരെ വലുതാണ്.
അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ CPM വാസ്തവത്തിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വീണയെ ഒരു വശത്ത് രക്ഷിക്കുകയും വേണം, മറുവശത്ത് ഈ രാജേഷിനെ ഒന്ന് ഭയപ്പെടുത്തി BJP കൗൺസിലിനെ ഒന്ന് ഭയപ്പെടുത്തി. അതിനാണ് ഈ സുഗതൻ്റെ അറസ്റ്റും ഈ കാര്യങ്ങളും അല്ല. ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് സുഗതൻ 2 കൗൺസിലിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ്. ഏറ്റവും അവസാനം നടന്ന കൗൺസിലിൽ മാത്രമേ സുഗതൻ പങ്കെടുക്കാതെ ഉള്ളൂ. അത് സുഗതന് സ്വാഭാവികമായിട്ടും പങ്കെടുക്കാൻ സാധിക്കും. സുഗതനെതിരായ നഗരസഭയുടെ നടപടി എന്തായാലും അത് ഹൈക്കോടതിയുടെ അല്ല, അതിപ്പോ നിലപാടിന് BJP ഹൈക്കോടതിയിൽ പോയി അയാൾക്ക് ജാമ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ മൂവ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇയാൾക്ക് സുഗതനെതിരായ നടപടികൾക്ക് സ്റ്റേ വരും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ സുഗതൻ കൗൺസിലിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഇവർ തടയുമോ? അത് CPM തടയുമോ? അങ്ങനെ തടഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? രാജേഷ് അല്ല സുഗതൻ എന്ന് മനസ്സിലാക്കണം. അത് വാഴോട്ട് കോണത്തുള്ള ലോക്കൽ കമ്മിറ്റി നേതാക്കളെടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ സുഗതനെ അവർ പ്രതിയാക്കിയത്. അല്ലെങ്കിൽ VK പ്രശാന്തിനോട് ചോദിച്ചാൽ മനസ്സിലാവും സുഗതൻ്റെ കൈമിടുക്ക് എത്രയുണ്ടെന്നുള്ളത്. ഇരിക്കട്ടെ, എന്തായാലും ഇങ്ങനെ ഒരു നാറിയ കളിക്ക് CPM ഇറങ്ങിയിരിക്കുകയാണ്. ഇത് വിജയിക്കാൻ സാധ്യത അതൊക്കെ കണ്ട് നമ്മളിപ്പോൾ തിങ്കളാഴ്ച എന്തായാലും പ്രവചിക്കുന്നില്ല. അജണ്ട പ്രകാരം കൗൺസിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൗൺസിൽ അവിശ്വാസം വരുമോ ഇല്ലയോ? അവിശ്വാസം വരട്ടെ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അവിശ്വാസം വന്നാലും അത് LDF-നാണ് കുരുക്ക്. നമുക്ക് കാത്തിരുന്ന് കാണാം.